പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. ഞങ്ങളന്ന് മഞ്ഞക്കിളികളായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കില് മാച്ച് അത് കാണും. ഏത് കാണും, അത് കാണും കാണും. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ പാട്. മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. അപ്പോൾ ആദ്യത്തെ കമൻറ്റ്, കിങ് ഗെയിമർ. ഞാനും കൂട്ടുകാരും ഇതുപോലെ ചാണകം വാരാൻ പോകുമായിരുന്നു. അന്ന് പഴയ അലുമിനിയം ബക്കറ്റ് ഓട്ട വന്ന് ചുക്കി ചുളുങ്ങിയതാവും കയ്യിൽ. ബക്കറ്റ് നിറഞ്ഞാൽ തലയിൽ വെച്ച് പോരും. ഇത് ആ കാലഘട്ടത്തിലെ പണക്കാരുടെ വീട്ടിലേക്ക് ഉണക്കിപ്പൊടിച്ച് കൊമ്പോറത്തിലാക്കി കൊടുക്കും. കോമ്പുറം. ആ കാശിന് മിക്സ്ചറും കൊക്കുവടയും വാങ്ങും. വീട്ടിൽ നിന്ന് ബെല്ലവും കാപ്പിപ്പൊടിയും മോഷ്ടിച്ച് ഏതെങ്കിലും പറമ്പിൽ പോയി അടുപ്പ് കൂട്ടി ചമ്മലയിട്ട് കത്തിച്ച് കാപ്പി ഉണ്ടാക്കും. കൂടെ കശുവണ്ടിയും ചുടും. എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ പലഹാരമാണ് മിച്ചർ. അന്ന് മിച്ചർ എന്ന് പറയും. ഞങ്ങൾ ഇപ്പോഴും മിച്ചർ എന്ന് പറയും. അങ്ങനെ വെണ്ണീറും ചാണകപ്പൊടിയും വിറ്റ് സ്വയം പര്യാപ്തത. ഞാൻ വായിച്ചപ്പോൾ അത് ഞാൻ മനസ്സിൽ കണ്ടു. ഇവിടെ ഞങ്ങൾക്കും ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെയുള്ള ഒരു വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ കൂട്ടുകാരൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾബില്ലേ, നമ്മുടെ പണ്ടത്തെ ബൾബ്, 60 വോൾട്ട് 100 വോൾട്ടിൻ്റെ അതിൻ്റെ ബൾബിൻ്റെ മൂട്ടിലത്തെ അലുമിനിയത്തിൻ്റെ ഇതില്ലേ, അത് ശേഖരിക്കലായിരുന്നു പണി. അത് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പൈസ 3 പൈസ കിട്ടും. അപ്പോൾ അത് അടിച്ച് ഇതാക്കല്. ചിലർക്ക് സോഡയുടെ കാർക്കില്ലേ, സോഡയല്ല, നമ്മുടെ കള്ള് ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ മൂടി കിട്ടും. മനസ്സിലായി? മരത്തിന്റെ കുറ്റി അടിച്ചു കയറ്റല്ലേ? മരത്തിന്റെ കുറ്റിയല്ലേ, മറ്റേ ഈ ചുറ്റും ഇങ്ങനെ പല്ലുകളായിട്ടുള്ളത്. അത് സോഡയ്ക്കല്ലേ ഉണ്ടാവാ? സോഡയ്ക്ക് മാത്രമല്ല, കള്ള് കുപ്പി ഉണ്ടായിരുന്നു. കള്ള് ഷാപ്പിൽ പോയി ഏറ്റധികം കിട്ടാ. പിന്നെ നമുക്കുള്ള ശേഖരിക്കാൻ അന്വേഷിച്ച് കിടക്കുന്ന റോഡ് സൈഡിലൊക്കെ അന്വേഷിച്ച് കിടക്കുന്ന പറഞ്ഞ് സിസറിന്റെ പെട്ടീൻ്റെ അതിന്റെ സൈഡ് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HMT എന്ന് പറഞ്ഞിട്ട് അതിലെഴുതിയിട്ടുണ്ടാവും. ഏതെങ്കിലും നീ H ആയിരിക്കും, അല്ലെങ്കിൽ M ആയിരിക്കും, അല്ലെങ്കിൽ T ആയിരിക്കും. ഇത് HMT എന്നുള്ളത് 3 ഇതും ഒരേ സമയം കിട്ടി കഴിഞ്ഞിട്ട് നമുക്കത് HMT കമ്പനിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ HMT വാച്ച് കിട്ടുന്നുള്ള ഒരു ശ്രുതി ഒന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് ശേഖരിക്കാം. ആവശ്യമുള്ള ഗുണമുള്ള ചാണം ശേഖരിച്ച് ഇവിടെ ഇടും. വിൽക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ആവശ്യമുണ്ട്. ചാണം എടുത്ത് ഉണക്കി കൊടുക്കുന്ന ഒരു ഇഷ്ടം പോയി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കാലം. ഇപ്പോഴവർക്കൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കും ഇതൊക്കെ. അടുത്തത് ധനരാജൻ. കത്തുകൾ വായിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ കളറും കണ്ടപ്പോൾ ഒരു ബ്രിട്ടീഷുകാരൻ സായിപ്പും അയാളുടെ ഭാര്യ ഒരു മദാമയും ഇരിക്കുന്നത് പോലെയാണ് തോന്നിയത്. ധനരാജൻ എഴുപുന്ന. താങ്ക് യു. അടുത്തത് ശാന്തി വിജയൻ. ആ വീഡിയോയിൽ ചാണകം കണ്ടിട്ട് കൊതിയാവണു. ചെറിയേട്ടൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണല്ലോ എന്നോർത്തു. ടെറസിൽ കൃഷി ചെയ്യുന്ന എനിക്ക് എവിടെയെങ്കിലും ചാണകം കിടക്കുന്നത് കണ്ടാൽ അത് വാരി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. ഈയിടെ വിസിറ്റിങ്ങിനായി USA മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അവിടത്തെ ഗോശാലയിലെ പശുക്കളെല്ലാം വലിയൊരു പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, ഈ ചാണകം വാരി എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. മകൾ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇന്ന് തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ മിണ്ടാതെ ഉരിയാടാതെ അനുസരണയോടെ അവളുടെ പിറകെ നടന്നു. സംഭവങ്ങളെ. അടുത്തത് ബിന്ദുജി. ഞാൻ വിവാഹം കഴിഞ്ഞു. ഇതാരായിരുന്നു? ശാന്തി വിജയൻ. ഞാൻ പേര് വായിച്ചിട്ടുണ്ടായിരുന്ന. അടുത്ത് ബിന്ദുജി. ഞാൻ വിവാഹം കഴിഞ്ഞ് വേറെ സ്ഥലത്താണ്. പക്ഷെ ഈ കൊരട്ടിയിൽ താമസിച്ച സന്തോഷം പിന്നീട് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ പുതിയ വീഡിയോ യൂട്യൂബിൽ വന്ന് കിടക്കുമ്പോൾ അല്ലൻ ചേട്ടൻ, ചെറിയേട്ടൻ, അജു, സരിത, ജഗ്മോൻ, സീമ, ചെറിയേട്ടൻ്റെ വൈഫ്, നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ മറ്റൊരിടത്തു നിന്ന് എൻ്റെ കുടുംബത്തെ കാണുന്ന പോലെ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ പോലും നിങ്ങൾ ഉണ്ടാകും. എന്നും നല്ലത് വരട്ടെ. സന്തോഷം. അടുത്തത് ബിന്ദുജി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. അതിന്റെ പ്രധാന കാരണം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയാണ്. ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, പക്ഷെ ഞാൻ പഠിച്ചതും വളർന്നതും കൊരട്ടിയിലാണ്. അച്ഛൻ മധുര കോട്സിൽ ആയിരുന്നു. ഞങ്ങളെ കൂടാതെ അച്ഛൻ്റെ ഒരു ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു അവിടെ ഞങ്ങൾ. പക്ഷെ അവിടെ വെച്ച് എൻ്റെ സഹോദരനെ കാണാതെ പോയി.
ഇന്ന് വരെ തിരികെ വന്നിട്ടില്ല. 38 വർഷത്തോളമായി. അങ്ങനെ ആ നാട് വിട്ട് വന്നു. അന്ന് തുടങ്ങിയ കഷ്ടകാലം. ഇപ്പൊ അച്ഛനും അമ്മയും മരിച്ചു. അയ്യോ, കൊരട്ടിയിൽ വെച്ചിട്ട് അനിയനെ കാണാണ്ടായി. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. ചെറിയേട്ടന്റെ സ്പെഷ്യൽ പാചക വീഡിയോയിൽ കമന്റ് ഇടാൻ സാധിച്ചില്ല. ഓഫീസിൽ വർക്കിനിടയിൽ കിട്ടിയ സമയത്തൊക്കെ ആയിരുന്നു അത് കണ്ടത്. അവസാനം ബീഫിൽ മിക്സ് എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പൊളിയായിരിക്കുമെന്ന്. അവസാനം അനിലേട്ടന്റെ ബ്രെഡ് ആ പാത്രത്തിലിട്ട് കുഴച്ചുള്ള തീറ്റ കൂടി കണ്ടപ്പോൾ തിരുപ്പതിയായി. മധുരക്കിഴങ്ങും മത്തനും നെയ്യൊഴിച്ച് ചുട്ടതും കൊള്ളാം, ചെയ്തു നോക്കണം. അടുത്തത് സിന്ധു. 17/28 അജു പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ചേട്ടന്മാർ സഹായിക്കാനുണ്ടല്ലോ. ഞങ്ങൾക്കൊരു കാസർഗോഡ് കുള്ളനും പുങ്ങന്നൂർ ഇനത്തിൽ പെട്ടതുമുണ്ട്. തവിടും തേങ്ങപ്പിണ്ണാക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. പിന്നെ പറമ്പിലെ പുല്ലും പാലും അതിന്റെ തൈരും മറ്റു പാലിനെ അപേക്ഷിച്ച് ഗുണവും രുചി വ്യത്യാസവും ഉണ്ട്. ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ തീറ്റ കൊടുക്കാണ്ട് പിണ്ണാക്കും ഇത് മാത്രം കൊടുത്താൽ നല്ല പാലായിരിക്കും. അതെ, നമ്മള് പശുവിനെ വാങ്ങിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അടുത്തത് ബിന്ദു ധനജൻ. സരിത പറഞ്ഞത് ശരിയാണ്. പണ്ട് പെൺകുട്ടികളോട് കാരണന്മാരുടെ ഒരു ലോഡ് ഉപദേശങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ അനുസരിച്ച് പേടിച്ച് ജീവിതം ജീവിച്ചു. ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ഇപ്പോഴത്തെ കാരണന്മാരും വല്ലാണ്ട് മാറിപ്പോയി. അവരൊപ്പം ഇവരും മാറി. നമുക്കറിയാലോ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ എന്താ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു എങ്ങനെയൊക്കെ നോക്കെ. അപ്പൊ നമുക്ക് ഉള്ളിൽ ചോദ്യം ചെയ്യണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, പെൺകുട്ടികളായി അങ്ങനെ വേണം, പെൺകുട്ടികളായി ഇങ്ങനെ വേണം. ഈ സാധനം കേട്ട് നമ്മളും മടുത്തുണ്ട് അല്ലേ? അല്ലേന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാട്ടാ. അടുത്തത് ഖദീജ പർവീൺ. പാചകം വന്ന് ചെയ്യാൻ ഇമ്മക്ക് വയ്യ. നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കാണാൻ ആഗ്രഹമുണ്ട്. വന്നോട്ടെ. പിന്നെ എന്താ വായോ. പാചകം ചെയ്യാൻ വേണ്ടി വരുന്നവര് മാത്രമൊന്നല്ല ഇവിടെ. പാചകം ചെയ്യാൻ വന്നിട്ടുള്ള അപൂർവം പേരുള്ളൂ. ആ തങ്കാൻറ്റി, പുഷ്കലാൻറ്റി, അങ്ങനെ. പിന്നെ ആരാ വന്നേക്കണം പാചകം ചെയ്തിട്ടുള്ളത്? നമ്മുടെ ജ്യോതി ചേച്ചി. ബാക്കിയുള്ള എന്തോരം പേരെ വെറുതെ വന്നു പോയിട്ടുള്ളത്. കുറേ പേർക്കൊന്നും വീഡിയോയിൽ വരാൻ അങ്ങനെ താല്പര്യമില്ല. നമ്മളെ കണ്ടാൽ മതി. അങ്ങനെ അവർ വന്ന് കണ്ടുപോകും. അടുത്തത് മിനി ജോൺസൺ. സരിത, നിങ്ങളുടെ വീഡിയോ ഞാനും കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സരിതയുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടുള്ള സ്നേഹം. പക്ഷെ എനിക്കൊരു തെറ്റ് കാണിക്കാനുണ്ട്. ഒരു വലിയ തെറ്റ്. എന്നും കമന്റ് വായിക്കുമ്പോൾ എൻ്റെ കമന്റ് മാത്രം വായിക്കാറില്ല. എന്നും ഇപ്പ വരും എന്ന് കരുതി കാത്തിരിക്കും. പക്ഷെ എന്നോട് എന്തോ ഒരു വേർതിരിവ്. ഇത് നല്ലതല്ല സരിത. അപ്പോൾ ചേച്ചിയുടെ ആ പറഞ്ഞ തെറ്റ് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു. മിനി ചേച്ചിയോട് പരിഹരിച്ചിരിക്കുന്നു. അടുത്തത് സുഹറ ACS. ഇന്ന് നിങ്ങൾ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. 1.5 മാസമായി ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് അജുവേട്ടൻ ചോദിച്ചത് കൊണ്ട് പറയാം. അന്ന് പറഞ്ഞില്ലേ ഭയങ്കര വിഷമത്തിലാന്ന്. ചോദിച്ചത് കൊണ്ട് പറയാം. എൻ്റെ ബാപ്പയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. ഇന്നാണ് അത് സക്സസ് ആയത്. ഇന്നലെയൊക്കെ സങ്കടം കാരണം എനിക്ക് വീഡിയോ കണ്ട് തീർക്കാൻ പോലും പറ്റിയില്ല. നിങ്ങളുടെ വീഡിയോസ് ഞാൻ എന്നും കണ്ട് തീർക്കാതെ വിടില്ല. ഇന്നലെ അത്രയ്ക്കും പറ്റാഞ്ഞത് കൊണ്ടാണ്. ഇനി സങ്കടങ്ങളൊന്നും പടച്ചവൻ തരാതിരിക്കട്ടെ. എല്ലാവരെയും സന്തോഷമായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ശരിയാ. നമുക്ക് നമ്മുടെ അച്ഛനൊക്കെ ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് എന്താണ് അത് സക്സസ് ആയോ അല്ലേ എന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് പറയണ വരെ നമുക്ക് എന്താ മനസ്സമാധാനം ഉണ്ടാവും. നമുക്ക് വേറെ ഒന്നിലും, അതിപ്പോൾ അച്ഛനല്ല, അമ്മയെ നമ്മളെ സ്നേഹിക്കുന്ന ആരായാലും അങ്ങനെയാണ്. നമുക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമായിരിക്കും നമ്മുടെ തലയിലൂടെ. നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല സമാധാനമായിട്ട്. ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങില്ല. ഇപ്പം എന്തായാലും എല്ലാം സക്സസ് ആയിട്ട് വന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ. അടുത്തത് ജിഷ വിനോദ്. സരിത എൻ്റെ കമന്റ് വായിച്ചില്ല. ചില കമന്റിനുള്ള മറുപടി കൊടുത്തത് പൊളിച്ചു. അടുത്തത് ഹേമാജി. എൻ്റെ കമന്റ് വായിക്കുമോ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ. ഹേമയുടെ വേറെ കമന്റുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. അടുത്തത് റസിയ റഷീദ്. ഫോൺ നമ്പർ ഒന്ന് തരുമോ പ്ലീസ്? ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുവരെ തന്നില്ലല്ലോ ചോദിച്ചിട്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി. കാക്ക കരുതി കൂട്ടി നോക്കിയാലോ ഇവിടെ തന്നെ വന്നിരിക്കുന്നു. ഒരു കാര്യവും ഇല്ലാണ്ട് ഇങ്ങനെ തൊള്ള പൊളിക്കാൻ വന്നിട്ട്. അടുത്തത് ശരണ്യ ഷാരു. സരിതേച്ചി പറഞ്ഞ പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും എന്നെ ബോഡി ഷേമിങ് ചെയ്തിരുന്നു. എനിക്ക് ഹൈറ്റ് കൂടുതലാണ്.
കറുത്തിട്ടാണ്. ഇതിന് കൂടുതൽ പറയുന്നു, എന്തിനു കൂടുതൽ പറയുന്നു, എൻ്റെ കാലിൻ്റെ പാദത്തിന് നീളം കൂടുതൽ എന്ന് വരെ പറഞ്ഞു. ഓ എന്തൊരു മനുഷ്യന്മാരാ അല്ലേ. ഞാനും അപ്പോൾ വിചാരിച്ചിരുന്നു, പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇവരൊക്കെ എന്നെ കണ്ടില്ലേ. എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഇഷ്ടമായിരുന്നു, ബട്ട് ഈ പറയുന്നവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ, ഞാനും വിചാരിക്കും നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്ന ഭർത്താവിന് യാതൊരു പ്രശ്നമില്ല, ബാക്കിയുള്ളവർക്ക് എന്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനപ്പോൾ ചേട്ടനോട് ചോദിക്കും, എന്താ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ വന്ന് നിന്നത്, ഞാൻ സ്റ്റൂൾ ഇട്ടിട്ട് അത് കയറിയിട്ടൊന്നല്ലല്ലോ നിന്നേ, ഞാൻ ഉയരം കുറവാണെന്ന് നിങ്ങളന്ന് കണ്ടില്ലേ. പിന്നെ എന്നിട്ടാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഉയരല്ല എന്ന് പറയുന്നത്. എനിക്ക് എന്നെന്നല്ല വേറെ ആരെയായാലും അവരുടേതല്ലാത്ത കുഴപ്പങ്ങളുണ്ടല്ലോ. ഇപ്പം ഹൈറ്റ് ഞാൻ കുറഞ്ഞു, അത് എൻ്റെ കുറ്റമാണോ? ഒരാൾ കറുത്തു, അത് അയാളുടെ കുഴപ്പമാണോ? പിന്നെ ഒരാൾ വെളുത്തു, അത് അയാളുടെ ഗുണം കൊണ്ടാണോ? ഇത് നമ്മൾ ജനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നത് എന്തോ നമ്മുടെ ഇതിന് നമ്മൾ അങ്ങനെയായി. ഈശ്വരൻ നമ്മളെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുക, ഈശ്വരൻ നമ്മളെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, ഇത്ര ഉയരത്തിൽ ഇതേ കളറിൽ ഇങ്ങനെ ഒരു ഇതിലാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്നെ അങ്ങനെ സൃഷ്ടിച്ചു. ഇതിലെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ ഒരു കാര്യത്തിന് ആ ആളെ കളിയാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് അധിക്ഷേപിക്കുക, ഇതുപോലെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? ഇനി തടി പലരും അവർക്കുള്ള അസുഖങ്ങൾ കൊണ്ട്, തൈറോയിഡ് പ്രശ്നങ്ങളോ PCOD അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് തടി വയ്ക്കുന്നവരുണ്ട്. അവർ ചിലവരൊക്കെ ഭക്ഷണം കഴിക്കണുണ്ട് നമുക്ക് പാവം തോന്നും, അത്ര കുറവാണ് കഴിക്കുന്നുണ്ടാവുള്ളൂ. ചിലർ തടി വെച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള തടി തന്നെയായിരിക്കും. കുറേ പേര് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം എത്ര കുറച്ചാലും അവർ ആ തടി അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അവരതിൻ്റെ പേരിലൊക്കെ കളിയാക്കിയിട്ട് എന്ത് കാര്യം അല്ലേ? അവരൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പേരിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ നമുക്ക് എന്തെങ്കിലും പറയാം. അത് അവർ ചെയ്തതാണ് അങ്ങനെ, ആ തെറ്റ് അതിൻ്റെ പേരിൽ പറയാം, അവരതിന് നാളെ തൊട്ട് തിരുത്തിക്കോട്ടെ അല്ലേ? അത് നമ്മുടെ ഒരു സിനിമ നടി കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കും. ഒരു സിനിമ നടിയില്ലേ, ഭയങ്കര ഹൈറ്റുള്ള ഒരു സിനിമ നടി, അതിന്റെ ആ സിനിമ ബിപാഷ ബാസുവിന്റെ കാലിന്റെ പത്തി ഭയങ്കര നീളത്തിലാ. അത് അമ്മയാണ് പറഞ്ഞ് കളിയാക്കാന്ന്. അമ്മ പറഞ്ഞ് കളിയാക്കല്ല, നീ മയിലിനെ പോലെയാന്ന് പറയുന്നത്, നീ പീക്കോക്കിനെ പോലെയാന്ന് അങ്ങനെയാണല്ലോ അങ്ങനെ പറയുന്നത് എപ്പോഴും. കാരണം പീക്കോക്ക് അതിസുന്ദരാണല്ലോ പീക്കോക്കിനെ കാണാൻ, മയിലിനെ. പക്ഷെ അതിന്റെ കാല് ഏറ്റവും ഭംഗിയില്ല. അതിന്റെ ശരീരം മുഴുവൻ എത്രയും ഭംഗിയിൽ കൊണ്ടുവന്ന ദൈവം കാല് ഏറ്റവും മോശമാക്കിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കണേന്ന് പറയും ചിത്രകാരന്മാരായാലും. അപ്പോൾ അതുപോലെയാണ് നിന്നെ കാണാനും മുഖം കാണാനും ശരീരമൊക്കെ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ കാല് പാദത്തിന് ഭയങ്കര നീളം കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് ചെരുപ്പ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നമ്മൾ നാള് മറ്റത്തേക്ക് പോയപ്പോ ആൾക്ക് ചെരുപ്പ് കിട്ടാണ്ട് പറഞ്ഞുണ്ടാക്കിപ്പിക്കണമെന്ന്. അറിയില്ല. നെവിൻ ഫെർണാണ്ടസ്, ഇന്നത്തെ ഉള്ളിത്തീയൽ കറി എന്നെ കുറച്ചു കാലം പുറകിലേക്ക് കൊണ്ടുപോയി. പണ്ട് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് കൂടെയുള്ള സഹപ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നായിരുന്നു ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പം എല്ലാവരുടെയും ചോറ് ഒന്നിച്ചിട്ട് ഓരോരുത്തർ കൊണ്ടുവരുന്ന കറികൾ എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അതിൽ ചേർത്തലേക്ക് അടുത്ത് നിന്ന് വരുന്ന ഒരു കക്ഷി സ്ഥിരമായിട്ട് കൊണ്ടുവന്നിരുന്ന കറി ഈ വറുത്തരച്ച തീയലാണ്. പുള്ളിക്കാരൻ്റെ അമ്മ അതിലൊരു എക്സ്പേർട്ട് തന്നെയാണ്. അന്നൊക്കെ ഒരു ഹോർലിക്സ് കുപ്പി നിറച്ചും തീയലുമായിട്ട് പുള്ളി അങ്ങ് വരും. എനിക്കത് കൂട്ടി ചോറിനാൻ തോന്നുന്നത് പറയണേക്കുമ്പോൾ. ആ തീയൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിരുന്നു. അന്നത്തെ തീയൽ കറി കണ്ടപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. ഇന്നത്തെ തീയൽ കറി കണ്ടപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. അതൊക്കെ ഒരു കാലം, ഒരു 20 കൊല്ലം മുമ്പത്തെ കഥയാണ്. ഇപ്പോൾ ഇവിടെ ലഞ്ചിന് സമയമായി വരികയാണ്. വിശപ്പ് കലിപ്പിച്ചു തുടങ്ങി. അന്നേരമാണ് അജിചേട്ടൻ ഉള്ളിത്തീയൽ കുഴച്ച് ഓംലെറ്റുമായിട്ടുള്ള കഴിപ്പ്. കൊതിപ്പിച്ചു. കൊതി തട്ടാതെ നോക്കിക്കോ. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പോൺസി ഷീന, ഞങ്ങൾ 4 പേരാണല്ലോ ഫ്രണ്ട്സ്, 6ാം ക്ലാസ് തൊട്ട് 10 വരെ. അപ്പം ഞങ്ങൾ 4 പേരും നമുക്ക് അന്ന് ഒരുമിച്ചൊക്കെ ഇരുന്നാലും പിന്നെ നമ്മളെ കൂട്ടുകാരിമാരെയൊക്കെ സ്ഥലം മാറ്റും. കാരണം എപ്പോൾ വർത്താനം പറഞ്ഞവരുടെ പേര് എഴുതുന്നുണ്ടോ ആദ്യം തന്നെ സരിത PK, ധന്യ KR അതുണ്ടാവും ആദ്യം തന്നെ, അല്ലെങ്കിൽ ധന്യ KR സരിത PK ഇതാണ് ആദ്യം തന്നെ ഉണ്ടാവുക. പിന്നെ അവിടെ നിങ്ങളാണ് ബാക്കിയുള്ളവരുടെ പേരുകൾ വരാനുള്ളത്. നമ്മൾ വർത്താനം പറഞ്ഞവരെ പേര് എഴുതുന്ന പരിപാടിക്ക് ഉണ്ടായിരുന്നല്ലോ, ഫൈനിടല് അടി കിട്ടലൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ മാറ്റിയിരുത്തി, ഞങ്ങളെ 4 പേരെ അങ്ങനെ മാറ്റിയിരുത്തിയാലും ചോറിനിട സമയത്തേക്ക് നമ്മൾ ഒരു ബെഞ്ച് ആരെങ്കിലും കാലിയാക്കിപ്പിച്ച് ഞങ്ങൾ 4 പേര് ഒരുമിച്ചൊരു ഇരുന്നിട്ടാ ചോറിന 10ാം ക്ലാസ് വരയ്ക്കും. അപ്പം ഞങ്ങൾ 4 പേര് മാത്രം കറികൾ അങ്ങോട്ട് ഷെയർ ചെയ്യും. അങ്ങനെ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്ത പഠിക്കുന്ന കാരണം നമ്മൾ ടീച്ചർ പുറത്തേക്ക് പോകണമെങ്കിൽ ഓഫീസ് റൂമിലേക്ക് പോകണമെങ്കിൽ പേരെഴുതുന്നവരെ വർത്തമാനം പറയുന്നവരെ പേരെഴുതാനായിട്ട്
അവിടെ നിർത്തും ടീച്ചറെ ഇതിൻ്റെ അവിടെ. അപ്പം നമ്മൾ വർത്താനം പറയുന്നതൊക്കെ ബാക്ക് ബെഞ്ചിലത്തെ ചട്ടമ്പിലാണ് മെയിനായിട്ട് വർത്താനം പറയുക. അവരൊക്കെ എന്താ പറയുക, മുത്തന്മാരാണ്. 10-25 വയസ്സും 22 വയസ്സുള്ള 3 കൊല്ലം 4 കൊല്ലം തോറ്റ് ഇതായുള്ള സൈസുള്ള ഒരു മീശിക്കുള്ളവരനെ. അപ്പോൾ അവർ വർത്താനം പറയുമ്പോൾ അവരെ പേരെഴുതില്ല. അവർ ഈ ചാർലി നമ്മളെ ഇമ്രാനെ നോക്കണ പോലെ ഒരു നോട്ടം നോക്കും. നമ്മളെ അത് എഴുതി കഴിഞ്ഞില്ലേ പിന്നെ നിന്നെ ശരിക്കും. അതുകൊണ്ട് അവർ ഒരു കാലത്തും വർത്താനം പറയില്ല. അല്ല, അവരെ ലിസ്റ്റില് ഒരു കാലത്തും വർത്താനം പറഞ്ഞായിട്ട് അവരെ ലിസ്റ്റില് ഉണ്ടാവില്ല. ബാക്കി ഫ്രണ്ടിലുള്ള നല്ല ഡീസന്റ് ആയിട്ടുള്ളവരൊക്കെ പേരൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെയുണ്ട്. ദാതകളെ ഇവരെ സ്കൂളിലൊന്നും അങ്ങനത്തെ ദാതപ്പണി നടക്കുന്നില്ല. കോൺവെന്റ് അല്ലേ, നമ്മുടെ സർക്കാർ സ്കൂളായിരുന്നേ, പെൺകുട്ടികളല്ലേ. അങ്ങനെയുണ്ട്. ചാർലി ഒന്നും ഇവിടെ. അടുത്ത ആഴ്ച അടുത്തത് അർജുൻ വി കെ. നമസ്കാരം ചേട്ടാ, സരജി ജഗ്ഗു. കുടിലിൽ നിന്നുള്ള പാചകം കാണുമ്പോൾ എപ്പോഴും വലിയ സന്തോഷമാണ്. സ്വാദിഷ്ടമായ ഉള്ളിത്തീയലിന്റെ റെസിപ്പി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ചോറ് ഇതുപോലെ ഉള്ളിത്തീയൽ ഓംലെറ്റൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദ് തന്നെയാണ്. ഉറപ്പായും വീട്ടിൽ ഉള്ളിത്തീയൽ പാചകം ചെയ്ത് നോക്കും. അഡ്വാൻസ് ചേട്ടനെ ആരോഗ്യ സൗഖ്യവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാവ് എ നൈസ് ഡേ. സന്തോഷം. അടുത്തത് ശ്രീജ. ഉള്ളിത്തീയൽ സൂപ്പർ. അജു പണ്ട് എന്തോ ഇല ഉപ്പ് കൂട്ടി തിന്നത് കേട്ടു. താമരശ്ശേരി കുടുംബത്തിന് എത്രയും ദാരിദ്ര്യം ആയിരുന്നോ അന്ന് എന്ന് വിചാരിച്ചു പോയി. ജയന്തി മുട്ട എടുക്കുന്നു, മറ്റേ ആൾ അജുവിന്റെ പ്ലേറ്റിൽ നിന്നും വാരി തിന്നുന്നു. സ്നേഹോത്തൊരുമയും. വീഡിയോ ഇഷ്ടമായി. അന്ന് ദാരിദ്ര്യം ഉണ്ടാവും ചോദിച്ചാൽ ദാരിദ്ര്യം ഉണ്ട്. നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ളതുണ്ട്. പക്ഷേ ഇടനേരങ്ങൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് അങ്ങനെ വകുപ്പില്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ട പറമ്പിലും ഇതിലൊക്കെ എല്ലാവരും കൂടി കൂട്ടുകാരന്മാരും പിള്ളേരുകളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇതിൻ്റെ പണി. അത് നരകളും കാരക്കായും മറ്റേ മുള്ളമ്പഴം ഇതൊക്കെ പൊട്ടിച്ച് നടന്ന് തിന്നുന്ന പണി. കണ്ട മാങ്ങിയും മാവിന്മ കയറിയിട്ടും ഇതൊക്കെ ആയിട്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ദാരിദ്ര്യം മറ്റുള്ള സ്ഥലം നമുക്ക് 3 നേരം കഞ്ഞി കുടിച്ച് പോകാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു കൃഷിയിലായിരുന്നു. ഇത് ഈ ചേച്ചി വേണമെങ്കിൽ ചാനൽ ഇപ്പൊ കണ്ടു തുടങ്ങി ഉണ്ടാവുള്ളൂ. പണ്ടോട്ടാണ് നമ്മളെ കഥകളൊക്കെ കേട്ടിട്ടൊക്കെ അറിഞ്ഞു ഞാൻ. അന്ന് അച്ഛൻ്റെ ഒരാളുടെ വരുമാനത്തിൽ മാത്രമല്ല ഇവര് 7 മക്കളും എല്ലാവരും ജീവിച്ചോടന്ന്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്തത് അജീഷ് വി സി. നമസ്കാരം. പെണ്ണ് കാണൽ കഥ കലക്കി. ഇവിടെ ഞങ്ങളുടെ പെണ്ണ് കാണൽ കഥ ഇടയ്ക്ക് ഭാര്യ പറയും. അന്ന് ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ അവിടെ ഒരുപാട് ബന്ധുക്കളും അയൽക്കാരും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്താണിത്, കല്യാണം ഉറപ്പിക്കലാണോ എന്ന്. എൻ്റെ ആദ്യത്തെ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു. പൊണ്ടാട്ടിയുടെയും ആദ്യത്തെ തന്നെ. പെണ്ണ് കണ്ട് മുൻകാല പരിചയമില്ലാത്തതിന് കുറവുകൾ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. എന്തായാലും കല്യാണം സെറ്റായി. ഭാഗ്യവാൻ. അല്ല, അധികം പിന്നെ നടക്കേണ്ടി വന്നില്ല. ഭാര്യയ്ക്കായാലും കുറെ പേരെ മുന്നിൽ നിൽക്കേണ്ടി വന്നില്ലല്ലോ. അല്ല, കുറെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇങ്ങനെ വർത്താനം പറയാനായിട്ട് ഇത് ഉണ്ടാവുള്ളൂ. കുറെ അനുഭവങ്ങളോ ഓർമ്മകളൊക്കെ വന്നേനെ. ഇപ്പൊ അതൊന്നുമില്ല. കുറെ ലാഭമുണ്ട്, കുറെ നഷ്ടമുണ്ട്. രഹന അജു ഏട്ടാ, സരിതേ, നിങ്ങൾ കാരണം എത്രയോ ആളുകൾ മനസ്സ് നിറഞ്ഞ് ആനന്ദിക്കുന്നുണ്ട്. നിങ്ങൾ 3 പേരും പുണ്യജന്മങ്ങൾ തന്നെ. കുടിൽ ഒരു തപോവനവും. എന്ത് നല്ല മനോഹരമായ കമന്റ്. അതെ, നമുക്കിതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ നെഗറ്റീവും എഴുതണം കേട്ടാ. നെഗറ്റീവ് നമ്മൾ എഴുതണം എന്നല്ല, സജഷൻസ് ഒക്കെ പറയാം. അതന്നെ, നിർദ്ദേശങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം ഇപ്പൊ നമ്മുടെ വീഡിയോ എല്ലാതും പെർഫെക്റ്റ് ഒന്നല്ല. പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോഴും അതിലേക്ക് എല്ലാ ദിവസവും നല്ല നല്ല കണ്ടന്റുകളും പുതിയ കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന്റെ പോരായ്മകളും ബോറടിയും കാര്യങ്ങളും ഉണ്ടാവും. അടുത്തത് മീന ശ്രീധരൻ. ഹാപ്പി ബർത്ത്ഡേ അജു. ഒരുപാട് തമാശ പറഞ്ഞ് സന്തോഷത്തോടെ ഇനി മുന്നോട്ട് പോട്ടെ. ഹാപ്പി ആയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അടുത്തത് സരോജ ദേവി. പണ്ടത്തെ വേഷഭൂഷാദികൾ പ്രധാന കാരണമാണ്. ഇന്ന് അമ്മയും മോളും മോനും അച്ഛനും എല്ലാം ഏകദേശം ഒരുപോലെയാണ്. ഇന്നുള്ളവർക്ക് ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ ഈ കാര്യം പറയാറുണ്ട്. അതൊരു പരിധി വരെ ശരിയാണ്. ഇതിന്റെ മുന്നത്തെ ചേട്ടന്റെ കാലത്ത്, എന്റെ കാലമായപ്പോ സാരി. എന്റെ അമ്മയൊക്കെ സാരി എന്നെ കൊടുക്കാറ്. ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രായത്തിലൊക്കെ സാരി. എന്റെ ചെറുപ്പത്തില് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ വീട്ടിൽ നിൽക്കുമ്പോഴും സാരി ആയിരുന്നു എന്റെ ചെറുപ്പത്തില്. പിന്നെ അത് കഴിഞ്ഞിട്ട് സോമൻ റോട്ടിലി മാറിയതിന് ശേഷമാണോ എപ്പോഴാണെന്ന് അറിയില്ല, അമ്മ നൈറ്റി നാണം വന്ന് ലാസ്റ്റ് നൈറ്റി വരണമെങ്കിൽ ഇട്ടു. പിന്നെ നാണൊക്കെ പോയി. പിന്നെ നൈറ്റി ആയി വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ സാരി. മറിച്ചൊരു കാര്യം ചിന്തയിൽ പോലും വന്നു തുടങ്ങില്ല. ഇപ്പോഴാണ് ഇപ്പൊ ചുരിദാർ ഇട്ട് തുടങ്ങി അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ഈ പ്രായത്തില്. അപ്പൊ ആ പണ്ട് അമ്മ ചുരിദാർ ഇട്ടേച്ച് അമ്മേനെ തീരെ പ്രായം തോന്നുമായിരിക്കില്ലേ. പിന്നെ അന്ന് മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാലിക്കമ്മലൊന്നും ഇടാൻ പാടില്ല, പിന്നെ സ്റ്റഡ് ഇടാൻ പാടുള്ളൂ.
അതും ഒരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ നടക്കണേലൊക്കെ അയ്യോ മോളുടെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അവളുടെ നടപ്പ് നോക്കുന്നിട്ട് തുടങ്ങും ആൾക്കാർ. അപ്പൊ പണ്ട് നാട്ടുകാരെ പേടിച്ചിട്ടാണല്ലോ ജീവിച്ചോടണം. നാട്ടുകാരെന്ത് പറയും? നമ്മൾ നാളെ ഒരു മറിമായ എപ്പിസോഡ് നാട്ടുകാരെന്ത് പറയും. അതെ, അവരാണല്ലോ നമുക്ക് ചെലവര് തരണേ. അപ്പൊ നാട്ടുകാരെ പേടിച്ച് ജീവിച്ചിരുന്നൊരു കാലമായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ എത്ര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒതുക്കി വെച്ച് നമ്മള് പണ്ടത്തെ സിനിമകളെ ശ്രദ്ധിച്ചറിയാം. ശങ്കരാടി, മറ്റേ ഈ ആറന്മുള പൊന്നമ്മ, ഇവരൊക്കെ ആയിരിക്കും അച്ഛനമ്മമാര്. ആറന്മുള പൊന്നമ്മ അല്ലെങ്കിൽ ഈ കവിയൂർ പൊന്നമ്മ, ഈ വയസ്സായവരായിരിക്കും ചെറുപ്പക്കാര്, ഇവരൊക്കെ അച്ഛനമ്മമാര്. അതിന് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുള്ളത് നിറം എന്ന് പറഞ്ഞ സിനിമയില്. നിറം എന്ന് പറഞ്ഞ സിനിമയില് ലാലുലക്സും ബിന്ദു പണിക്കര്, ദേവൻ, അംബിക, ഈ കുഞ്ചാക്കോ ബാബുവിന്റെയും മറ്റേ ഈ ബേബി ശാലിനിയും അച്ഛനമ്മയായി ഇപ്പൊ മാറിപ്പോഴാണ്. അതിനുശേഷം പിന്നെ വരുന്ന പടങ്ങളിലൊക്കെ ആ പ്രായക്കുറവ് അച്ഛനമ്മമാർക്ക് സംവിധായകർ കൊടുത്തു തുടങ്ങി. അതാണ് ഒരു തുടക്കം തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. നിറത്തില് 1999 ഇറങ്ങിയ പടമല്ലേ നിറം. അത് തൊട്ടിട്ടാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് മുന്നൊക്കെ എല്ലാവരും ഈ മറ്റേ മേൽമുണ്ട്, ഇത് പിന്നെ പ്രായമായിട്ടുള്ള വേഷഭൂഷാദികൾ തന്നെയായിരുന്നു. അത് ഒറിജിനൽ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണല്ലോ സിനിമയിലേക്ക് എടുത്തിരുന്നത്. ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചോ, പറഞ്ഞോ. നമ്മളിപ്പം ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഇപ്പം എൻ്റെ പാൻറ്റാണ് ജഗ്ഗു ടൂറ് പോകുമ്പോൾ കൊണ്ടുപോയിരിക്കണത്. എൻ്റെ പാൻറ്റ് ചേട്ടനിടും, ബാഗി. എല്ലാവർക്കും 3 പേർക്ക് ഇടാം. അത് അപ്പം അങ്ങനെയല്ലേ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ചിലവർ കാണാം. വീട്ടിൽ ഓരോ ഷോർട്സ് ഇത്ര പോകുന്ന ട്രൗസറൊക്കെ അല്ലേ പെൺകുട്ടികളും ഇടുന്നത്. അപ്പം ആൺപിള്ളേരും 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്ക് ഒരേ ഡ്രസ്സ്. ഭാര്യയും ഭർത്താവും ഒരേ ഡ്രസ്സ് മതി, ഒരു ബനിയനും ഒരു ട്രൗസറും. അങ്ങനത്തെയാണ് വീട്ടിലിടുന്നത്, ഒരേ ഡ്രസ്സ്. ആ ഭാര്യക്ക് പെണ്ണുങ്ങൾക്ക് ഇന്നത്, ആണുങ്ങൾക്ക് ഇന്നത്, അങ്ങനെയൊന്നുമില്ല. മാറ്റങ്ങൾ. അടുത്തത് ലേലി ബേസിൽ. ഹായ് അജു, സരിത, ജഗ്ഗു, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അജുവിൻ്റെ പെണ്ണ് കാണൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ താമരശ്ശേരിയിലുള്ള മരുമക്കളെല്ലാം തരക്കേടില്ലാത്ത സൗന്ദര്യബോധവും ഉള്ളവർ തന്നെ, സൗന്ദര്യബോധവും കാര്യബോധവും ഉള്ളവർ തന്നെ. വളരെ ശരിയാ അത്. അടുത്ത് മറിയം ജോർജ്. അജു, സരിത, ജഗ്ഗുമോൻ നല്ല സൂപ്പർ. കുടിലിലെ പാചകം, ഉള്ളിത്തീയൽ വീഡിയോ അടിപൊളി. പെണ്ണ് കാണൽ വിശേഷവും എല്ലാം നല്ല രസം. സുന്ദരി സരിതക്കുട്ടിയാണ് അജുവിൻ്റെ ഭാഗ്യം. യൂട്യൂബിൽ എല്ലാ സ്കിറ്റും ഇടണം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. ലാസ്റ്റ് ദിവസത്തെ അൺനോൺ കോളും കണ്ടു. ലവ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. ഫേസ്ബുക്കിലല്ലാന്ന്, യൂട്യൂബിൽ ഷോർട്സ്, യൂട്യൂബിലിടും, ഫേസ്ബുക്കിലിടും, യൂട്യൂബിലിടും, ഇൻസ്റ്റയിലിടും, 3-ലും. അടുത്തത് വർഗീസ്. ഞാൻ നിങ്ങളെ എപ്പോഴെങ്കിലും കാണാൻ വരികയാണെങ്കിൽ ചെയ്യാനിരുന്ന കറിയിൽ ഒന്നാണിത്. പക്ഷേ ഞങ്ങൾ കൊല്ലംകാർ ഇതിന്റെ കൂടെ ഫ്രഷ് ചെമ്മീനിടും, ഇഞ്ചി വെളുത്തുള്ളി ഇടും. സൂപ്പർ കറിയാണ്, വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. 1 കിലോ ഉള്ളിയിൽ 1/4 കിലോ ചെമ്മീൻ മതി. അത് ശരി, അത് നമുക്കൊന്ന് പരീക്ഷിച്ചോക്കാലോ. ഇതേ സെയിം സാധനത്തിലല്ലേ, ചെമ്മീൻ വറുത്തിട്ട് ഇടണം, വേണ്ടി വരില്ല, ഇതിൽ നേരിട്ടാ മതി. അടുത്തത് മൃദുല വേണുഗോപാൽ. സരിത ശരിക്കും നല്ല സുന്ദരിക്കുട്ടിയാണല്ലോ. മെലിഞ്ഞിരിക്കണ കാണുമ്പോൾ എനിക്ക് ഇത്തിരി അസൂയയും കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് ബിന്ദു ധനജൻ. അജു പെണ്ണ് കാണാൻ പോയ പിന്നെ കുറെ ഡ്രസ്സിൻ്റെ ഉണ്ടാവും. ചില ഡ്രസ്സ് ഇടുമ്പോൾ തടി തോന്നും. ഇപ്പൊ ഈ ഡ്രസ്സ് ഇടുമ്പോൾ നല്ല വണ്ണം തോന്നും. വേറെ ചില ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര വണ്ണം കുറവ് തോന്നും. അപ്പൊ ആ ഡ്രസ്സ് ഇടുന്ന ദിവസം എല്ലാവരും എന്നെ കാണുമ്പോഴേക്കും ചോദിക്കും, നീ പിന്നെയും തടി കുറച്ചാ, അയ്യോ എന്തുമാതിരി ക്ഷീണിച്ചേ, അങ്ങനെ ചോദിക്കും. ചിലപ്പോൾ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇതുപോലത്തെ എല്ലാ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തടി വെച്ചുകൂട്ടാ, ഇനി തടി വെക്കണ്ട കേട്ടാ, എത്ര മതി, ഇതുവരെ മതി, അങ്ങനെ പറയും. ചില ഡ്രസ്സിൻ്റെ ഉണ്ട്. അടുത്തത് ബിന്ദു ധനജൻ. അജു പെണ്ണ് കാണാൻ പോയ കഥ കേട്ട് ചിരി വന്നു. കുറേ അധികം കണ്ടിട്ട് ഒന്നും ശരിയാകാതെ വരുമ്പോൾ പിന്നെ ആകെ ഒരു മടുപ്പാ. ആദ്യം വയ്ക്കുന്ന ഡിമാൻഡുകൾ പലരും ഉപേക്ഷിക്കും. വളരെ ശരി, അതാ ചേട്ടന് സംഭവിച്ചേ. പിന്നെ ഉയരവും വണ്ണവും ഒന്നും നോക്കില്ല, പെണ്ണിന്റെ സ്വഭാവം നന്നായാൽ മാത്രം മതി എന്നാകും. ഒരു പെണ്ണായാൽ മതി, അത്രേ ഉള്ളൂ. അജുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാട്ടാ. അജുവിനെ ഉദ്ദേശിച്ച ഒരു കുഴപ്പമില്ല. അജു മുത്തല്ലേ, ഒരു ഡിമാൻഡും ഇല്ലാത്ത പച്ചയായ മനുഷ്യൻ. ഇഷ്ടം പോലെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ പറയാം, നല്ല ഹൈറ്റ് വേണം, എന്നോട് പറഞ്ഞിട്ടുള്ളതാ. നല്ല വിദ്യാഭ്യാസം വേണം. ഞാൻ ചേട്ടൻ പറഞ്ഞ പെണ്ണ് കണ്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും വിദ്യാഭ്യാസം കുറവ് ഞാനായിരുന്നു. അത്രയും ഭയങ്കര പഠിപ്പുള്ളവരെ കണ്ടിട്ടുള്ള മുഴുവൻ. പിന്നെ മുടി, പൂറ്റി വരയ്ക്കുള്ള മുടി. ഓരോരുത്തരും മുടി കണ്ടിട്ടുണ്ടെങ്കിലേ എന്നിട്ട് അവരെ മുടീനെ പുകഴ്ത്തായിരിക്കും.
ഇവര് അല്ല, ഞാൻ എന്തായാലും ആവട്ടെ, ഈ പെണ്ണ് കാണുമ്പോൾ നമുക്ക് ഓരോ സങ്കല്പങ്ങൾ നമ്മൾ പറയല്ലോ, എന്തിലും സങ്കല്പം പറയില്ല. അപ്പോൾ നമുക്ക് കാറ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ബെൻസ് കാറ് വാങ്ങിക്കുന്ന ആഗ്രഹമുണ്ട്. അല്ല ഞാൻ പറയുന്നത്, എനിക്ക് വലിയ കൊട്ടാരം പോലുള്ള വീട് പണിയുന്ന ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു നടക്കാമല്ലോ. അപ്പൊ അത് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ എന്നുള്ളതില്ലേ, നമുക്ക് കിട്ടുന്നത് നമ്മൾ അതെന്തുകൊണ്ട് പറ്റില്ല? ബെൻസ് കാർ നമ്മുടെ ആഗ്രഹത്തിലുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, വീട് എങ്ങനെയായിരിക്കും. ആ ഐഡിയ പോലെ നമുക്ക് പണിയാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ വെച്ചിട്ടുള്ള പെണ്ണിന് കിട്ടുന്നു നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റാ? അല്ലാന്ന് നമ്മൾ തന്നെ പണിയണതാ, നമ്മുടെ മനസ്സിലത്തെ പ്ലാൻ അനുസരിച്ചിട്ട്. നമ്മുടെ വീട് വേണം, എല്ലാ സംഗതികൾക്കും അതിന്റെ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇന്നിപ്പോ നമ്മള് പോകുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണം, കൃത്യമായിട്ട് ഇന്നമാരി പോകണം എന്ന് വിചാരിക്കില്ലേ? അതൊക്കെ മനസ്സിന്റെ ഓരോ ആഗ്രഹങ്ങൾ. അത് നമ്മൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ലോകത്തിൽ വന്നുള്ള ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, നമ്മൾ മനസ്സിലാലോചിച്ച് വെച്ചാൽ മതി. ഇതുപോലത്തെ പെണ്ണിനെ കിട്ടുമ്പോൾ കല്യാണം കഴിക്കണല്ലോ എന്ന് മനസ്സ് വിചാരിച്ചാൽ മതി. അല്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. ആ നാട്ടുകാരോട് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞു നമ്മൾ സാധാരണ ഭർത്താൻ പറയുമ്പോൾ എന്നോട് അതായിരുന്നു എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ടില്ല ചേട്ടാ ഒരിക്കലും. എന്റെ ആഗ്രഹം നല്ല ഹൈറ്റുള്ള പെണ്ണ് വേണമെന്നായിരുന്നു, നല്ല പഠിപ്പുള്ള പെണ്ണ് വേണമെന്നായിരുന്നു, കുറേ മുടിയുള്ള പെണ്ണ് വേണമെന്നായിരുന്നു. ഇനിയിപ്പൊ കിട്ടിയത് വെച്ച് തൃപ്തിപ്പെടാം. ഇങ്ങനെയൊന്നും ചേട്ടൻ പറയട്ടില്ല ചേട്ടാ. ചേട്ടൻ പറയും എങ്ങനെ, ഞാൻ ഇന്ന സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയി, ആ പെണ്ണില്ലേ ഇടിവെട്ട്, ആ പെണ്ണിടിവെട്ടല്ലോ ചേട്ടാ, അപ്പൊ അതിന് ഇത്ര വരക്കായിരുന്നു മുടി. അതിന്റെ മുടി കണ്ടാലേ, പിന്നെ അതിന്റെ പഠിപ്പ്, പിന്നെ വേറെ വല്ലവരെ പേര് കാര്യം പറയും, അവരെ പഠിപ്പ്, അങ്ങനെ ഇങ്ങനെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരേ കാരണങ്ങൾ കൊണ്ട് ഒന്നും ചേട്ടന് ഇഷ്ടാവാണ്ട് പോയിട്ടില്ല, അവർക്ക് ഇഷ്ടാവാണ്ടാണ് പോയിട്ടുള്ളത്. അല്ല, നമ്മുടെ തൊഴിലാണ് സ്വർണ്ണപ്പണി, തല്ലിപ്പൊളി പണിയാണ്. അതല്ലാണ്, അല്ലാതെ വേറെ. എനിക്ക് സ്വർണ്ണപ്പണി ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ വീട്ടുകാർ ഇവിടെ വന്ന് കണ്ടപ്പോ അവര് വീണു. അടുത്തത് അനുരഞ്ജ് അനു. അജുവേട്ടന് പിറന്നാൾ ആശംസകൾ. അജുവേട്ടൻ കഴിച്ച ഇല ഞങ്ങളുടെ നാട്ടിൽ പനച്ചിയം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇലയും പൂവിന്റെ ഇതൾ മാറ്റിയുള്ള ഭാഗവും പണ്ട് സ്കൂൾ വിട്ട് വരുന്ന വഴി കഴിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ കഴിച്ചത്, കാരമുള്ളിന്റെ കായ, കാട്ടു തെച്ചിക്കായ, അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിയ, എന്തെല്ലാം ഓർമ്മകളുണ്ട്. അടുത്തത് സുമാപ്പു. ഈ പെണ്ണ് കാണൽ ചടങ്ങ് നമ്മുടെ അവിടെ ഭയങ്കരമാണ്. അമ്മയ്ക്ക് എത്ര മക്കളുണ്ടോ അവരും അവരുടെ ഭാര്യമാരും അയൽപ്പക്കക്കാരും എല്ലാവരും ഉണ്ടാവും. പറഞ്ഞില്ലെങ്കിൽ അവര് പിണങ്ങും. അതുകൊണ്ട് ഒരു 50 പേരെങ്കിലും കാണും. പിന്നെ കുട്ടികൾ, ആകെ കൂടി ഒരു ജഗ പോകാം. പെണ്ണ് കാണാൻ വരുന്ന ഒരു പേടിക്കില്ലേ വീട്ടില് കുറെ ആൾക്കാരെ കാണുമ്പോ? പണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. എന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നു? അച്ഛന്റെ കൊല്ലത്തിലായിരുന്നു മരിച്ചിട്ട്. ഒന്നാമത്തെ കൊല്ലത്തിലായ അമ്മായിമാരും അച്ചാച്ചന്റെ പെങ്ങന്മാരും ഒരു പെങ്ങളുള്ള അച്ചാച്ചനാണ് മീനാക്ഷി അമ്മ ഉണ്ടായിരുന്നു. കൊറേ പേരുണ്ടായിരുന്നു ഞാൻ ചെന്നു. എന്താ അത് അന്ന് വന്ന കാരനാ, എല്ലാം ഞാൻ അച്ഛനമ്മി തുന്തിരും പിന്നെ മാമി മാത്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോ നഷ്ടമൊന്നും ഉണ്ടായില്ല. അടുത്തത് പത്മിനി. ആ ഇല ആന്ധ്രയിൽ ഗോങ്കുര എന്നാണ് അറിയപ്പെടുക. അവർ അച്ചാറ്, പച്ചടി മുതലായവ ഈ ഇല കൊണ്ടുണ്ടാക്കും. യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. നമ്മുടെ ചെന്നൈയിലത്തെ ഒരു ജയന്തി ചേച്ചി ഉണ്ട്, ആ ചേച്ചി എനിക്ക് അതിന്റെ ഇത് അയച്ചു തന്നിട്ടുണ്ട്. ആ ഇല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തി. തോമസ് മംഗലം. നമസ്കാരം ഉണ്ട് ട്ടാ. നമസ്കാരം. മഴയോ ഇതിന് മഴ എന്ന് പറയില്ല, കാര്യമറച്ചിലാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴുള്ള സരിതയെ ഏകദേശം ഊഹിക്കാമല്ലോ. എന്തിനു ഊഹിക്കണം, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ കല്യാണം, ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോ എന്നൊക്കെയുള്ള ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട്. വലിയ നിറമൊന്നും ഇല്ലാത്ത, നിറം ഉണ്ടായിരുന്നു കേട്ടോ മോനെ, മെലിഞ്ഞിട്ടായിരുന്നു. 42 കിലോ ആയിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ 50 കിലോ. അപ്പൊ ഇപ്പോഴത്തേനേക്കാളും 8 കിലോ കുറവ്. അപ്പൊ ഊഹിക്കാലോ. എല്ലും തൊലിയും ഒക്കെയായി ഒരു കുട്ടി. അല്ല, എല്ലും തൊലിയായിരുന്നില്ല ഞാൻ, തേവാങ്കിനെ പോലെ ആയിരുന്നിരിക്കും. കുട്ടി തേവാങ്ക് എന്നൊക്കെ പറയില്ലേ, ഒരു രൂപം, ജീവി, കൊരങ്ങന്റെ അങ്ങനത്തെ ഒരു കുട്ടി. തേവാങ്ക് ഈ കൊരങ്ങല്ല, മരപ്പട്ടി പോലെ. മരപ്പട്ടിയാ ഈ മനുഷ്യന് ഞാൻ എന്തൊരു ചെയ്യണ്ടേ? തേവാങ്ക് എന്ന് പറഞ്ഞ മരപ്പട്ടി പോലെ അങ്ങനത്തെ അണ്ണാർക്കണ്ണ. അതന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതപ്പോ മൂങ്ങിയും മറ്റേ ഈ അണ്ണറക്കണ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനം കുട്ടി തേവാങ്ക്. ഇതുപോലെ ഒന്നല്ല ഞാൻ നോക്കി ഉണ്ടക്കണ്ണൊക്കെ പാവം, നല്ല ഓമനത്തുള്ള സാധനം. തേവാങ്കിനെ പോലെ ആയിരുന്നിരിക്കാം, ആൾ ഊഹിക്കുകയാണ് കേട്ടാ. ഇപ്പോഴുള്ളത് പാർലർ സൗന്ദര്യമല്ലേ,
വ്ളോഗ് തുടങ്ങിയപ്പോൾ ഉള്ള സരിതയെയും ഇപ്പോഴത്തെ സരിതയെയും നോക്കിയാൽ അറിയാം, ശരിയല്ലേ? മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ ചേട്ടാ? നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ, എന്നിട്ടാ ഉദയനാട് താരത്തിൽ പറഞ്ഞ പോലെ ശ്രീനിവാസനോട് എന്നെ പാർലറിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളല്ല ഞാൻ. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്, ഞാൻ പോയിട്ടുള്ളതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പോയിട്ടുള്ളപ്പോഴും ഞാൻ ചേട്ടനാണ് ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ മുടിയാണ് ചെയ്തത്, മുഖത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. എൻ്റെ പുരികൊക്കെ കണ്ടില്ലേ? ഞാൻ ജീവിതത്തിൽ ആകെ രണ്ട് പ്രാവശ്യത്തെ റെഡ് ചെയ്തിട്ടുള്ള, ഒന്ന് കല്യാണത്തിന് എൻ്റെ, അത് രണ്ട് പുരികം റെഡ് ചെയ്തതാ. നിന്റെ കല്യാണത്തിന് കൂടി കല്യാണം. അതിപ്പോ എന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണല്ലേ. അതെ ഞാൻ പറഞ്ഞത്, ആ ഒരു പ്രാവശ്യം. പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഇന്ദുവിന്റെ എൻഗേജ്മെന്റിന്റെ ടൈമിൽ. അന്ന് ജഗ്ഗു ചെറുതാ, ജഗ്ഗുവിന് ഒരു 6 മാസമൊക്കെ ഉണ്ടാവുള്ള പ്രായം. അതന്നെ, മുടിയിൽ മാറ്റം ശരിക്കും നല്ലൊരു മാറ്റമാണ്. ഇപ്പൊ എനിക്ക് മുടി ഇതേത് ചെയ്യാറായി, കാരണം എന്റെ മുടി പകുതി ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതും ഇവിടെ നിങ്ങട് മറ്റേ കോലനുമാണ്. അപ്പൊ ഞാൻ ഇനി വിചാരിക്കുന്നു ചെയ്യണ്ടെന്നാ. അപ്പൊ ചേട്ടൻ പറയാ ചെയ്യാൻ. അയ്യേ നിന്റെ എന്നിട്ട് പറഞ്ഞേ എന്താ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഞാൻ പറഞ്ഞ ഇനി ചെയ്യുള്ളൂ ചേട്ടാ, എൻ്റെ ഈ പഴയ മുടി തന്നെ ഇനി ആയിക്കോട്ടെ. ഇതിങ്ങനെ വളർന്ന് ഇവിടെ എത്തുമ്പോൾ മുഴുവൻ പഴയ മുടിയായി മാറുമല്ലോ. ഇനി അങ്ങനെ തന്നെ മതി, ഇനി അത് ചെയ്യാൻ പോണില്ല എന്ന് പറഞ്ഞു. കെമിക്കലല്ല എന്തുട്ടായാലും. അവർ വേണ്ട നിന്റെ പണ്ടത്തെ മുടി തല്ലിപ്പൊളി, ഇത് മതി ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യാൻ പറഞ്ഞു. അല്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് രക്തം തിളച്ചു. അതാ ശരിയല്ലേ? വ്ളോഗ് തുടങ്ങിയപ്പോൾ ഉള്ള സരിത ഇപ്പോൾ ഉള്ള സരിതയെ നോക്കിയാറാം, ശരിയല്ലേ? ഉള്ളി നന്നാക്കാൻ എളുപ്പ വഴി, ഉള്ളി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വെറുതെ ഒന്ന് ഞരടി എടുത്താൽ മതി. സോ സിമ്പിൾ. 56 വയസ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിൽ റിട്ടയർ ചെയ്യുന്ന വയസ്സാണ്. അയ്യോ, ഇമ്രാനെ തല്ലാനും അടിക്കാനും ഒന്നും പാടില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ചെരുപ്പുകൾ ഹോൾസെയിൽ കടയിൽ നിന്നും കുറച്ചധികം വാങ്ങിക്കി, എന്നിട്ട് ഓരോ ദിവസവും മാറി ഇട്ട് കൊടുക്കുക. പാവം, അതിന് എന്തെങ്കിലും കടിച്ചു വലിക്കാൻ വേണ്ടേ? ഇതാള് ആരെയാണ് ഉദ്ദേശിച്ചത്? അടുത്തത് തങ്കമണി വിജയൻ. പണ്ടൊക്കെ 50 വയസ്സാകുമ്പോൾ നല്ല പ്രായം തോന്നുമായിരുന്നു. ഇപ്പം 50 വയസ്സാകുമ്പോൾ ആണ് കാണാൻ ഒന്നുകൂടി സൗന്ദര്യം. അജു ചോറ് കഴിക്കുമ്പോൾ വിശപ്പില്ലാത്തവർക്കും കഴിക്കാൻ തോന്നും. മുഴുവൻ കഴിക്കുന്നത് കാണാൻ നോക്കി ഇരിക്കുമ്പോഴേക്കും അപ്പം നിർത്തും വീഡിയോ. എനിക്ക് അപ്പം സങ്കടാവും. അയ്യോ, അത് നമ്മൾ ആൾക്കാരെ കൊതിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്താണ്. അപ്പോൾ ഇത് ശരിയാണ് കേട്ടോ. പണ്ടത്തെ നമ്മൾ 40 വയസ്സ് 50 വയസ്സുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രായം തോന്നും. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഇതുപോലെ നമ്മളെ പ്രായത്തിലുള്ള പലരും ഭയങ്കര പ്രായം കുറവ് ഉണ്ട്. ഏതാന്ന് പറയാ, അർച്ചന കവി എന്ന് പറഞ്ഞ നടിയില്ലേ, ആ പെൺകുട്ടി ഞാൻ ഏതാണ്ട് ഒരു പ്രായം 42-43 വയസ്സ് ഞാൻ തോന്നുന്നതിനും. അപ്പോൾ ആളിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയാണ്, ആളുടെ പ്രായം ഇങ്ങനെ എപ്പോഴും പറയുന്നല്ലാവരും. അപ്പോൾ അവർ അതിനോട് ചോദിക്കുന്നു എന്തിനാ പ്രായം പറയണത് പറഞ്ഞാൽ ആ പ്രായം തോന്നിക്കില്ലേ കണ്ട. അപ്പോൾ ആള് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞതാണിത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 40 ഈ പ്രായമുള്ളവരെ നമുക്ക് ഭയങ്കര ഏജ്ഡ് ആയിട്ടാണ് തോന്നി ഉടനെ. പക്ഷെ ഇപ്പം ഈ നമുക്ക് ആ പ്രായം ഇല്ല. ആ കുട്ടിയതല്ല, മൊത്തത്തിൽ നമ്മളെ ഡ്രസ്സിങ്ങിൻ്റെ ഉണ്ട്. അടുത്തത് ശ്രീകല ഷാബു. ഞാനും കുറേ ബോഡി ഷേമിങ് കേട്ടിട്ടുണ്ട്. അതൊരുവിധം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നി ഈ കലാപരിപാടി. എല്ലായിടത്തും ഉണ്ട്. ബിന്ദു സുന്ദരൻ. ഹായ്, എന്നും നിങ്ങളെ കാണാറുണ്ട് കേട്ടോ. നിങ്ങളെ കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അജു നമ്മൾ ഒരേ പ്രായക്കാരാണ്. അജു പറഞ്ഞ പോലെ ഞാനും ചിന്തിക്കാറുണ്ട്. ചെറുപ്പത്തിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ വയസ്സായെന്ന് തോന്നലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, മനസ്സിന് പ്രായം കൂടുന്നില്ലെങ്കിൽ നമുക്ക് എന്നും ചെറുപ്പമാണ്. സരിതയെ അജുവിന്റെ പെണ്ണുകാണൽ പരമ്പരയിൽ ആരെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ വിളിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഈ ചേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ല അല്ലേ? ആരും കമന്റ് ഇട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. പിന്നെ ഉള്ളിത്തീയൽ നന്നായി, മുട്ട കരിഞ്ഞില്ലേ? പിന്നെ എങ്ങനെ അടിപൊളിയാവും? ജയന്തിയോട് സ്നേഹാന്വേഷണം പറഞ്ഞിട്ടോ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കോട്ടിങ് പോലത്തെ കരിഞ്ഞ പോലെ വന്നു മാത്രം. ബാക്കി ചുറ്റുള്ള ഭാഗവും ഒക്കെ നല്ല തന്നെയാണ്. അടുത്ത അശോക് വേൾഡ്. ഇത്രയും ഗംഭീരമായ മഴ നിങ്ങളുടെ ദേശത്ത് പെയ്തത് അതിശയമായി. ഇപ്പോഴും തൃശ്ശൂരിൽ കനത്ത മഴയാണ്. പറാത്ത കഴിക്കുവാനുള്ള സുജിതയുടെ സന്തോഷം മുഖത്ത് കാണുമായിരുന്നു. പിന്നെ പുതിയ ഡിഷ് പരിചയപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം. നാണം കൊണ്ട് പറാത്ത കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണേണ്ട കാഴ്ചയാണ്. വീഡിയോ എല്ലാം ഭംഗിയായി അവസാനിച്ചു. സന്തോഷം ചേച്ചി ചേട്ടൻ. മഴ പലക്കും ഇടിവെട്ട് തുടങ്ങി. ആകെ അന്തരീക്ഷം ഇരുണ്ടു. ഞങ്ങൾ ഏത് നിമിഷം മഴ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത് വിജയലക്ഷ്മി.
ആ സംഭവം കഴിഞ്ഞപ്പോൾ സുജിതയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു മരിച്ചു. കളിയാക്കിയതല്ല കേട്ടോ. പിന്നെ മഴയ്ക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് നിങ്ങളുടെ വീട്ടിലും പരിസരത്തും പെയ്യുമ്പോഴാണ് അറിയുന്നത്. ശരിക്കും മറ്റൊരു രാജ്യത്തെ മഴക്കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും മനോഹരം. ഞങ്ങൾ എന്നെ തിന്നാൻ ഇങ്ങനെ ഇരിക്കാറുണ്ട് കുറേ സമയം. കാലത്തൊക്കെ മഴ പെയ്യുമ്പോഴേ ചായയും കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. നല്ല രസാ. നമ്മുടെ എന്നെ കണ്ണു പറ്റുമോ ചേട്ടാന്ന് പറയും ഞാൻ. ഇങ്ങനെ നോക്കിയിരിക്കാനേ നല്ല ഭംഗി തോന്നും. സന്ധ്യ ബിജു, സരിത നിങ്ങളുടെ വീട്ടിൽ മഴ പെയ്യുന്നത് കാണിക്കണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിനെ കണ്ണു വയ്ക്കും. മഴയ്ക്ക് ഇത്ര ഭംഗിയോ, വർണ്ണിക്കാൻ വാക്കുകളില്ല. എന്താ ഒരു ആംബിയൻസ്. ചെടിയെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയില്ല. മഞ്ഞച്ചെത്തി സൂപ്പർ. ചെടികളൊക്കെ കാണിക്കാറുണ്ടല്ലോ മിക്ക വീഡിയോയിലും. ദേ ചെടി, ഇന്ന ചെടി, ദേ പൂവ്, അത് അങ്ങനെ ഇതിങ്ങനെ കൊണ്ട് കാണിക്കാറില്ലേ? ചെടികളെ കാണിക്കാം, ഇനി വീണ്ടും കാണിക്കാം. പൂവുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. സൺഡേ മൺഡേ പൂവ് കയറിക്കൊണ്ടിരിക്കുന്നു മറ്റേ സാധനത്തിലും. എന്നിട്ടാണ് അതിന്റെ പേര് പേരെന്തേലാവട്ടെ. നീ ആലോചിക്കാൻ സമയമില്ല. മഴ വരുന്നുണ്ട്, ചെത്തി വാങ്ങിച്ചിട്ട് വെക്കണം ഫ്രണ്ട്. തന്നെ വായിക്കൂ. അടുത്തത് സവായി ലേ ചാർലി ഇമ്രാൻ. നിർത്തി അങ്ങ് അപമാനിക്കുക. ക്യാമറ കണ്ട കോഴികൾ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറിയേക്കാം. ജയ്പൂരിലെ ഏതോ ഒരു പാവപ്പെട്ടവൻ കുറച്ച് മല്ലിയിലാവാം. ഒരു മല്ലിപ്പാടം തന്നെ സരിത ചേച്ചിക്ക് സമ്മാനിച്ച അജുചേട്ടനാണ് എൻ്റെ ഹീറോ. പാണ്ടിപ്പടം മൂവിയിൽ ഒരു ബസ് നിറച്ച് ടൂൾസുമായി വരുന്ന ഗുണ്ടകളെ പോലെ ജയ്പൂരിൽ നിന്ന് ഒരു വണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേട്ടത്. പേടിക്കണ്ട, ഓടിക്കോ എന്ന് പറയാം. അടുത്തത് രജനി CS. അജു, എങ്ങനെ സന്തോഷം തോന്നും? എന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പെൺകുട്ടിയാണ്, പ്രീ ഡിഗ്രിക്ക് എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള പെൺകുട്ടിയാണ് രജനി. ക്യാമ്പസ് കണ്ടപ്പോൾ എങ്ങനെ സന്തോഷം തോന്നും? ക്യാമ്പസ് കണ്ടപ്പോൾ നിന്റെ ഒപ്പം പഠിച്ച ഞങ്ങളെപ്പോലുള്ളവർ അടുത്ത് വന്ന് വിശേഷം ചോദിക്കുമ്പോൾ നീ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് ഫൺ മൂവീസിൽ വെച്ച് കണ്ടപ്പോൾ 2013 പ്രീ ഡിഗ്രി ബാച്ചിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ എടുത്തതാണ്. നീ പരിചയപ്പെടുത്തിയ ഉണ്ണികൃഷ്ണനും ആ ഫോട്ടോയിലുണ്ട്. ജിജു നമ്മുടെ സീനിയർ ആയിരുന്നു. നീ അറിയപ്പെടുന്ന നിലയിലെത്തിയപ്പോൾ മനഃപൂർവ്വം എല്ലാം മറന്നു. ഞാൻ ഇതുവരെയായിട്ട് ക്യാമ്പസിൽ കോളേജിൽ പഠിച്ചതിന് ശേഷം ഇതുവരെയായിട്ട് ക്യാമ്പസിൽ പോയിട്ടില്ല. പിന്നെ എങ്ങനെ എന്നെ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും? അല്ല, ഫൺ മൂവീസിൽ വെച്ച് കണ്ടപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. ഫൺ മൂവീസ് വെച്ച് കണ്ടപ്പോ നമ്മള് കൈ കൊണ്ട് കാണിച്ച് വർത്താനം ഇങ്ങനെ പറഞ്ഞല്ലേ. ഈ രജനി എന്ന് പറഞ്ഞ ചേച്ചീനെ കല്യാണം കഴിച്ചാണത് ആ ക്ലാസ്സിൽ അവിടെ പഠിക്കുന്ന ആളെന്നെയാണ് കല്യാണം കഴിച്ചത്. അതൊക്കെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്ക് കാണിച്ചു തരും ചെയ്തു ഇവരെ. ഇതിലങ്ങനെയല്ലേ പറയണത്, കോളേജിലത്തെ മീറ്റ് ഇതില് കണ്ടിട്ട് പരിചയമില്ല എന്ന് പറഞ്ഞത് കണ്ട. ഒപ്പം പഠിച്ച ഞങ്ങളെ പോലുള്ളവർ അടുത്ത് വന്ന് വിശേഷം ചോദിക്കുമ്പോൾ നീ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞാൻ അപ്പോൾ 2013 നമ്മുടെ കോളേജിലത്തെ നമ്മുടെ പ്രീ ഡിഗ്രി ബാച്ചിന്റെ ഇതിൽ വന്നിട്ടില്ല. അതാണ് പറഞ്ഞത്. ഈ അടുത്ത് ഇല്ലടി, അല്ല അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് ഫൺ മൂവീസിൽ വെച്ച് കണ്ടപ്പോ ഫൺ മൂവീസ് കണ്ടപ്പോ നമ്മൾ പരിചയപ്പെട്ടതാണ്. പരിചയപ്പെടല്ല, കൈ വീശി കാണിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ വിളിച്ച് കാണിച്ചത് അത് രജനി എന്ന് പറഞ്ഞിട്ട് അവര് കൂടെ പഠിച്ചതാണ്. ആളുടെ ഹസ്ബൻഡിനെയും കാണിച്ചു തന്നു. ആള് ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ, ജിജു ഇവരൊക്കെ ഇവരെ കുറിച്ചൊക്കെ ഞാൻ അറിയില്ല എന്ന് പറയണില്ലല്ലോ. ചേട്ടൻ ആദ്യം പരിചയമില്ലാണ്ട് നിന്നു. ഈ ജിജു എന്ന് പറഞ്ഞ ആളടുത്ത് വന്നപ്പോ ആദ്യം പരിചയമില്ലാണ്ട് കൊല്ലങ്ങളായില്ലേ പറഞ്ഞിട്ട് മനസ്സിലായി. 39 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ മെമ്മറിയിൽ ചിലപ്പോ നിക്കില്ലേ, ആ മുഖമൊക്കെ മാറി. പിന്നെ 2013 ചേട്ടൻ കോടീശ്വരൻ കഴിഞ്ഞപ്പോഴായിരുന്നു ഇവരുടെ ആദ്യത്തെ മീറ്റപ്പ്. അത് ചേട്ടന്റെ ക്ലാസ്സിലുള്ളവര് മാത്രമാണ്. പേൾ റീജൻസിയിൽ എവിടെ വെച്ചിട്ടായിരുന്നു അല്ലെ. ചേട്ടൻ ഒരു ഉപഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് കൂടിയവരൊക്കെ. മുല്ല ഷിബിർ, താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്തെ മധുചന്ദ്രലേഖ. അമ്പലപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി ഭാസ്കരൻ മാഷ് എഴുതി ബാബുരാജ് ഈണം നൽകിയ അതിമനോഹരമായ ഗാനം ഈ ചേച്ചി മനോഹരമായി തന്നെ പാടി. ഞാൻ കണ്ണടച്ചിരുന്നാണ് പാട്ട് കേട്ട് തീർത്തത്. എന്ത് രസമായിട്ടാണ് പാടിയത്. ശരി, നല്ല രസമായിട്ട് പാടി. ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ വൈഫ് എന്നൊരു സംഗീത റിയാലിറ്റി ഷോയുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറയൂ. നല്ല ഈണത്തിൽ തന്നെയാണ് പാടിയത്. അതന്നെ നന്നായിട്ട് പാടി. ഉണ്ണികൃഷ്ണനോട് പറയാം. നല്ല ശ്രുതിയും ഒക്കെ തെറ്റാണ്ടേ. ഞാൻ പാട്ട് പഠിക്കണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത ഉണ്ണികൃഷ്ണൻ, കോളേജിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴുള്ള വിഷ്വൽ മ്യൂസിക് അടിപൊളി, നൊസ്റ്റാൾജിയ. അത് കുറേ പേര് എഴുതിയിട്ടുണ്ട് അവസാനം. അടുത്തത് ഹസീന മുസ്തഫ. അങ്ങനെ ഞാനും എൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് കുറച്ചു നേരം പോയി. അക്നോളജ്മെന്റ് കാർഡ് വന്നതും ജോയിൻ ചെയ്തതും എല്ലാം ഓർത്തു. ഞാൻ SN കോളേജ് ചെമ്പഴന്തി, ട്രിവാൻഡ്രം. 87 മുതൽ 92 വരെ BSc മാത്സ്. ഈ അക്നോളജ്മെന്റ് കാർഡ് AD കാർഡിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും. ആ തുന്നി കൂട്ടിയിട്ട് ആ കാർഡും കൂടി തുന്നി കൂട്ടി അതിൽ അഡ്രസ്സൊക്കെ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച്
സ്ട്രാപ്ലർ ആയിരുന്നു. അല്ലേ? സ്ട്രാപ്ലർ ഉണ്ടായിരുന്നു. വേഗമായി. അടുത്ത് രശ്മിനാഥ്. ഹാവു എന്താ ഇത്, നൊസ്റ്റിൻ്റെ പെരുമഴ. 90 മുതൽ 98 വരെയുള്ള എൻ്റെ കോളേജ് ലൈഫ്, എൻ്റെ പൊന്നേ രക്ഷയില്ല. ഈ ചാനൽ വീണ്ടും എന്നെ ഇന്ന് അവിടേക്ക് കൊണ്ടുപോയി. ഒരിക്കലും മടങ്ങി വരാത്ത സുന്ദരമായ, എന്നാൽ അന്ന് അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാലം. ഇപ്പോൾ ഒത്തിരി നഷ്ടം തോന്നുന്ന കാലം. ഇന്നത്തെ വ്ളോഗ് ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി ഓർമ്മകൾ ഉണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ച് ലാസ്റ്റ് മ്യൂസിക്. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. ഇത് കണ്ടു തീരുന്നതിന് ശേഷവും പഴയ ഓർമ്മകളിൽ കുറേ നേരം അങ്ങനെ ഇരുന്നു. സന്തോഷം, നമ്മുടെ വീഡിയോ അങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയല്ലോ. അടുത്തത് ജസീന ഷിഫ. ഇന്നത്തെ വിളവെടുപ്പ് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ കോളേജ് ക്യാമ്പസ് കണ്ടപ്പോൾ എൻ്റെ കോളേജ് ജീവിതം ഓർമ്മ വന്നു. കുറച്ച് കാലമാണെങ്കിൽ അത് വല്ലാത്തൊരു വിങ്ങുന്ന ഓർമ്മയാണ്, വല്ലാത്ത ഒരു നഷ്ടബോധം. ലാസ്റ്റ് കൊടുത്ത മ്യൂസിക്കും കാഴ്ചകളും മനോഹരമായി, എല്ലാം അടിപൊളി. അടുത്ത് ആദർശ് പണിക്കർ. മനോഹരം. ആദ്യം പച്ചക്കറി വിളവെടുപ്പ്. ജൈവ മനോഹരികളായ പച്ചക്കറികൾ കാണാൻ സുന്ദരമായിരിക്കുന്നു. പിന്നെ കോളേജിൽ എത്തിയപ്പോൾ അതീവ ഹൃദയകരം. രണ്ടുപേരുടെയും ഡ്രസ് കോഡ് മനോഹരമായിരിക്കുന്നു. പ്രത്യേകിച്ച് സരിതയ്ക്ക് നന്നായി ചേരുന്നുണ്ട് ആവേശവിധാനം. ജഗുവും സുന്ദരനായിരിക്കുന്നു. പിന്നെ ആ ചേച്ചിയുടെ മനോഹരമായ ഗാനം ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയെങ്കിലും നന്നായി പാടി. നാക്ക് ഉളുപ്പികളുടെ ഘോഷയാത്രയായിരുന്നു ഇന്ന്. അതും പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വകയായി. പിന്നെ സുഹൃത്തുക്കളെ കണ്ടതിലുള്ള സന്തോഷവും പച്ചപ്പിൻ്റെ മനോഹാരിതയിൽ നിന്നുള്ള തിരിച്ചുപോകും എല്ലാം മനോഹരമായി. വീഡിയോ സൂപ്പർ ഗംഭീരം. എല്ലാവർക്കും ആശംസകൾ. ഹാപ്പി. സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹര ചിത്രങ്ങൾക്കും കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ സസ്നേഹം പണിക്കർ. അടുത്തത് രഞ്ജിത്ത് മേനോൻ. ഞാനൊരു നിമിഷം പലതും ആലോചിച്ചു പോയി. സരിത ലിറ്ററേച്ചറിന് പഠിക്കാൻ പോയിരുന്നുവെങ്കിൽ ഈ കാണുന്നത് ഞങ്ങൾ ആരും നിങ്ങളെ അറിയില്ലായിരുന്നു. പിന്നെ പാവം അജു ആ പറമ്പിൽ കിളച്ചും മറ്റുമായി കാലം കഴിച്ചേനെ. സരിത വല്ല കോളേജിലും പ്രൊഫസറായിട്ട് കണ്ണട നെറ്റിയിൽ വെച്ച് അടിപൊളിയായി നടന്നേനെ. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അതാണ് നമ്മൾ എന്താവും എന്നുള്ളത്, അല്ലേ അജു? നമസ്കാരം രണ്ടുപേർക്കും. ചേട്ടൻ വന്നേനല്ലോ അല്ലേ? എന്നെ കല്യാണം കഴിച്ചാലും ചേട്ടൻ്റെ ലൈഫ് അല്ല അല്ലേ? ആകെ മാറുമായിരിക്കും. ചിലപ്പോ ചേട്ടനെ കല്യാണം കഴിച്ച പെണ്ണിന്റെ നല്ല ഭാഗ്യമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ കുറെ കഷ്ടപ്പാട് അനുഭവിച്ചത് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും ജീവിതത്തിൽ. നല്ല രീതിയിലൊക്കെ ജീവിതം പോയേനെ. നല്ല രീതിയിൽ തന്നെ ജീവിതം പോണത്. ഞാനൊരിക്കലും ചേട്ടനെ കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി വേറെ വല്ലവരും കഴിച്ചിരുന്ന നന്നായെന്ന് വിചാരിക്കാറില്ലേ. കാരണം എനിക്ക് ഇതൊക്കെ അനുഭവിക്കാൻ യോഗ ഉണ്ട്. അപ്പം ഞാൻ വേറെ ആളെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ആലോചിക്കാറ്. അടുത്ത് പ്രിയ ജോഷി. ഡിയേഴ്സ്, ഒന്നും കൂടി യൂണിഫോം ഇട്ട് സ്കൂളിൽ കോളേജിലൊക്കെ ഒന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ. ചുവപ്പ് വാഗപ്പൂക്കൾ കൊഴിഞ്ഞു വീണ നടവഴികളിൽ ഒരിക്കൽ കൂടി ഒന്ന് നടന്നു പോകാൻ. ഓർമ്മകൾക്ക് എന്തു സുഗന്ധം, എന്നെ ആത്മാവിൻ നഷ്ട സുഗന്ധം. അജു ആൻഡ് സരിത, നിങ്ങൾ രണ്ടാളും എന്നും ഇതുപോലെ ഹാപ്പിയായി ജീവിക്കണം കേട്ടോ. കോളേജ് ലൈഫ് ഭയങ്കര രസല്ലേ. ഈശ്വര, എപ്പം മഴ പെയ്യുന്നു അല്ലേ? സുനിത മേനോൻ. ഞാനും ഗവൺമെന്റ് കോളേജിൽ 86-88 ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ പഠിച്ചതാണ്. അപ്പൊ കണ്ടിട്ടുണ്ടാവും വേണമെങ്കിൽ. അന്ന് നമ്മൾ നമ്മുടെ ബാച്ചിലുള്ളവരെ മാത്രമല്ല, അപ്പുറത്തെ ബാച്ചിലുള്ളവരൊക്കെ. ഞാൻ പഠിക്കുമ്പോൾ കേരള ഓർമ്മയില് ഹ്യൂമാനിറ്റീസ് ബാച്ചിലായിരുന്നു സംയുക്ത വർമ്മ. അപ്പൊ കാണാറുണ്ട്. രജു 9-54. ഓഹോ, അപ്പോൾ അജുവേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ. അപ്പോൾ ഈ പറിച്ചു നോക്കലൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ, അമ്മേന്നിട്ട് എല്ലാവരും ചീത്ത പറയാറുണ്ട്. ഇതിനൊക്കെ നല്ല ഭംഗിയിലൊക്കെ നട്ടുപോകുന്ന സാധനമൊക്കെ അമ്മ വലിച്ചു നോക്കും. ഊർക്കം പിടിച്ചു എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് അമ്മ അകത്തുനിന്ന് അവിടുന്ന് എന്തെങ്കിലും കത്തി അല്ലെങ്കിൽ എടുത്തിട്ട് കോലാനെ എടുത്ത് പോരാണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് കുത്തി പറിക്കാനാന്ന്. അപ്പൊ പിന്നെ ഇത് ചീത്ത പറയും, നിങ്ങൾ എന്തൊരു പണി കാണിക്കരുതെന്ന് പറയും. അപ്പൊ അമ്മ ഒന്നും അറിയാത്ത പോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നോക്കും. നോക്കി അപ്പൊ ഒരെണ്ണ മാത്രം വാടി എടുക്കണ്ടാവും. പിന്നെ നോക്കുമ്പോഴേ, കാരണം അത് പറിച്ചെടുത്തിട്ട് പിന്നെ അവിടെ തന്നെ കുഴിച്ചിടും, ഒന്നും അറിയാത്ത പോലെ. പിന്നെ അത് ശരിയാവില്ല. അങ്ങനെ. അടുത്തത് കവിതാ മോഹൻ. ഹായ് അജു, സരിത, ഹായ്. ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം പറയട്ടെ. പ്രേമലു സിനിമയിലെ നായികയില്ലേ, എന്താ പേര്, മമിത ബൈജു എന്ന് ആണെന്ന് തോന്നുന്നു. അതിന്റെ നല്ല ഫേസ് കട്ട് ഉണ്ട് സരിതയ്ക്ക്, ശരിയല്ലേ? കുറേ പേരായി അതിപ്പോ പറയണു. എനിക്ക് നോക്കിയിട്ട് തോന്നുന്നില്ല കണ്ണാട നോക്കുമ്പോ. പക്ഷെ കുറേ പേര് എന്നോട് പറഞ്ഞു. ഇന്നാള് നമ്മുടെ ശ്രീദേവ് ഡോക്ടർ ഇല്ലേ, SBM പോയപ്പോ ഡോക്ടറും മോനും പറഞ്ഞു. അജീഷ് VC, നമസ്കാരം. ചേട്ടന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട് കൂട്ടുകാരെ കാണാൻ പറ്റാത്തിൽ, പ്രത്യേകിച്ച് കൂട്ടുകാരികളെ. അടുത്തത് സുമതി മണി. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ട്. എങ്ങനെ വരും? നിങ്ങളുടെ പറമ്പിൽ കാണുന്നത് ശോഭ സിറ്റിയാണ്. എനിക്ക് അജുവിനെയും സരിതേനെയും ഉണ്ണിക്കുട്ടനെയും കാണാൻ ആഗ്രഹമുണ്ട്. ആ ശോഭ സിറ്റി അല്ല, പുതിയ ശോഭ സിറ്റി കുട്ടല്ലൂർ പണിയുന്നുണ്ട്. അതിന്റെ അത് തുള്ളി തുടങ്ങിയ മുജീബ് റഹ്മാൻ. പാട്ടുപാടിയ ചേച്ചി ഇതെല്ലാം കട്ട് ചെയ്യണട്ടാ എന്ന് പറഞ്ഞപ്പോൾ അൽഫോൻസ് കണ്ണന്താനത്തിന്റെ ഭാര്യ ഓർമ്മ വന്നു. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? അടുത്ത് റെജി രാജൻ. വിതയ്ക്കില്ല, കൊയ്യാനറിയാം. അതാണ് സരിതയുടെ അവസ്ഥ. വിതയ്ക്കുന്നതിന് ആത്മസംതൃപ്തി കിട്ടണമെങ്കിൽ അത് സ്വന്തം കയ്യാൽ കൊയ്യണം.
അങ്ങനെയൊന്നുമില്ല അല്ലേ? വിതയ്ക്കുന്ന ആളെന്നെ കൊയ്യണമെന്നുണ്ടാ? അമ്മ ഇഷ്ടം പോലെ ചോറും കൂട്ടാനും വെക്കുന്നു, നമ്മള് പോയി കഴിക്കുന്നു. വെച്ചാളെന്നെ കഴിക്കുമ്പോഴാണ് ആത്മസംതൃപ്തി എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതല്ല, എനിക്ക് ഇത് വായിച്ചപ്പോ ഓർമ്മ വന്നേ, പഞ്ചാബി ഹൗസിലല്ല CID മൂസയില് ഒരാളുടെ അഡ്രസ്സ് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് ഹരിശ്രേഷകനെ എഴുതിയെടുക്ക. അപ്പോൾ പിന്നാലെ ഹരിശ്രേഷകൻ കള്ളനല്ല, ഈ അഡ്രസ്സ് ഇപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോ നീ ഇത് ഇതാക്കിയില്ലേ, മാച്ചുകളി അങ്ങനെ പറയും. എനിക്ക് എഴുതാനല്ലേ സാർ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ കൊച്ചിയനിയെ പറയും, ദൈവം എല്ലാവർക്കും എല്ലാ കഴിവുകളും കൊടുക്കില്ലല്ലോ, പാവം എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ദൈവം എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കില്ല, എനിക്ക് കൊയ്യാൻ മാത്രമുള്ള കഴിവ് തന്നോളൂ ചേട്ടാ, വിതയ്ക്കാനുള്ള കഴിവ് തന്നില്ല. അടുത്തത് ബാംബ്ലൂസ് ദ ടേസ്റ്റി കേരള ഫുഡ് എന്നാണ് തോന്നുന്നുണ്ട്. ബാംബ്ലൂസ്. അജു, ഈ കൊത്തമരയുടെ വിത്ത് എവിടെന്നാ വാങ്ങിയേ? എനിക്ക് അതിന്റെ വിത്ത് തരാമോ, അല്ലെങ്കിൽ എവിടെന്നാ വാങ്ങിയെന്ന് പറയുമോ? അത് തയ്യാണ്. പടിഞ്ഞാറ വെള്ളാനിക്കര കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് ഈ മണ്ണുത്തിയിൽ, അതിൻ്റെ ശരിക്കും ഓപ്പോസിറ്റാണ് ഈ പച്ചക്കറികളുടെ തൈകൾ കിട്ടുന്ന സ്ഥലം. അവിടേക്ക് പോയാൽ മതി കേട്ടോ, ആണ്ടുണ്ണി തേവർ അമ്പലത്തിൻ്റെ അടുത്ത്. അടുത്തത് S ബായുഷി. ഉണക്കമുന്തിരി കടിക്ക വെറ്റിലയും പാക്കും ചവയ്ക്ക എന്നിട്ട് പല്ലും തേക്കാതെ ഇങ്ങ് വരും എൻ്റെ കെട്ടിയോൻ എന്ന് സരിച്ചേച്ചി. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കല്യാണത്തിന് പോയി. ഊണൊക്കെ കഴിഞ്ഞു. അസലായൊരു മുറുക്കാനും മുറുക്കി വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. എന്നിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എന്നതോ ചോദിച്ചു. എന്നിട്ട് ചായ കുടിക്കാൻ തുടങ്ങി. അപ്പം അമ്മ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ മോന് ഒരു പെൺകുട്ടിയിൽ അട്രാക്റ്റീവായി തോന്നുന്നത് എന്നാ ഒക്കെയാണ്. ഞാൻ പെട്ടെന്ന് എന്തോ പോലെ. അപ്പം അമ്മ പറഞ്ഞു, ആലോചിക്കൂ. ഞാനിങ്ങനെ ആലോചിക്കുന്നതും പക്കെങ്കിൽ എന്തോ ഒരു ബ്ലിങ്ങസ്യ. അമ്മ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഒന്നും പറയാതെ എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ്. അവസാനം എന്നോട് പറഞ്ഞു, എന്നോട് പറയണ്ട, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ തന്നെ എഴുതണം. അതിൽ പല്ലുകൾ വരുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ പല്ലുകളും ശ്രദ്ധിക്കൂ. പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ലേ? ഇപ്പോൾ തൽക്കാലം പോയി ഒന്ന് ബ്രഷ് ചെയ്യൂ, എന്നിട്ട് കളിക്കാൻ പൊക്കോ. എനിക്കത് ഭയങ്കര ഒരു ദിത് ആയിരുന്നു. ഏത്? അതിൽ പിന്നെ ഞാൻ എത്ര താറടിച്ച് നടന്നാലും എൻ്റെ പല്ലുകൾ, നഖങ്ങൾ, സ്കിൻ, ഹെയർ എല്ലാം നല്ല പോലെ കെയർ ചെയ്യും. മാത്രമല്ല അങ്ങനെ കൊണ്ടു നടക്കുന്ന മറ്റുള്ളവരോടും ബഹുമാനം. നല്ല വൃത്തി നടക്കുന്ന ആളാണ്. അതെ. അടുത്തത് ബിന്ദു ധനജൻ. അല്ലെങ്കിലും ആൾക്കാരെ ജൈവവളം എന്നൊക്കെ പറയും, എന്നിട്ട് ചേർക്കുന്നത് ഇംഗ്ലീഷ് വളമായിരിക്കും. നന്നായി ഫലം കിട്ടുകയും ചെയ്യും. കടുപ്പത്തിലുള്ള കാപ്പിയിൽ പഞ്ചസാര ഇല്ലാതെ എങ്ങനെ കുടിക്കാൻ പറ്റും? അജുവിൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെ. കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളും. പഞ്ചസാര ഇട്ടു എന്നിട്ടാണ് കുടിച്ചത്. പിന്നെ കാപ്പി കുടിച്ചില്ല, ഇന്നൊന്നും കാപ്പി കുടിച്ചിട്ടില്ല. ചാർലിയുടെയും ഇമ്രാന്റെയും വികൃതികൾ കണ്ടിരിക്കാൻ തോന്നും. ഒന്നിച്ച് ഇരുന്ന് പുറത്തേക്ക് നോക്കുന്ന കാഴ്ച നല്ല ഭംഗിയായി ഷൂട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് രഞ്ജു 10/9 ഇമ്രാൻ. ഞാനായിട്ട് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല മുതലാളി. അടുത്ത് മോളിയാൻഡോ. എൻ്റെ അജു, ജൈവവളം മാത്രം ഇട്ട് കൃഷി ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇംഗ്ലീഷ് വളം ഉപയോഗിക്കും, പുറമേക്ക് പറയില്ലെന്ന് മാത്രം. ഈയിടെ നടൻ ജയറാമിൻ്റെ കൃഷിത്തോട്ടം വിളവെടുപ്പും കണ്ടു യൂട്യൂബിൽ വീഡിയോ. അപ്പം എനിക്ക് അജുവിൻ്റെ കൃഷിത്തോട്ടമാണ് ഓർമ്മ വന്നത്. അജുവിൻ്റെ വിളവെടുപ്പ് പോലെ തന്നെ. കണ്ടാൽ അറിയാൻ ജൈവ കൃഷിയാണെന്ന്. അധികം ഒന്നും കിട്ടില്ല, പക്ഷെ ഉള്ളത് നല്ലതാവും. അതങ്ങനെയാണ്, ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം കിട്ടും നമുക്കറിയാം. നിസ്സാരമായിട്ടുള്ള കിട്ടില്ല, നമുക്ക് ഭയങ്കരമായിട്ടൊന്നും ഒരിക്കലും കിട്ടില്ല. ഭയങ്കര വിളവ് ഒരിക്കലും ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് കിട്ടും. നമുക്ക് കിട്ടും, സുജിതയ്ക്ക് കൊടുക്കാം, എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടിലേക്ക് സജീവന് കൊടുക്കും. കുറേശ്ശൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ചീര, ചാണം ഉണ്ടാവില്ലോ, ചാണം ഈ പറമ്പിൽ ജൈവ കൃഷി ചെയ്യുമ്പോൾ ചാണം ഇഷ്ടം പോലെ ഉണ്ടാവും. ചീര ഇങ്ങനെ എടുത്ത് അടച്ചു വളരും. ഇപ്പോൾ എന്തോരം ചീര നമുക്കുള്ളത്. പച്ചച്ചാണം ഒഴിച്ചു കൊടുത്താൽ നല്ലോണം ഉണ്ടാവും. ചീര ഉണ്ടാവും, അടിപൊളിയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്ന സമയത്ത് പശുവിന്റെ മൂത്രം ഇഷ്ടം പോലെ പച്ചമുളക്, ചീര, കയ്പക്കായ ഓർമ്മ എനിക്കില്ല, പക്ഷെ ഇത് 3 ഇഷ്ടം പോലെയായിരുന്നു. കാരണം മൂത്രം ഇങ്ങനെ മുക്കി ഒഴിച്ചുകൊണ്ടിരിക്കല്ലേ. മൂത്രം എന്ന് പറയാൻ പറ്റില്ല, തൊഴുത്ത് കഴുകണ വെള്ളവും മൂത്രം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചാണകപ്പൊടി ഉണ്ടാവല്ലോ, ഒരു ടാങ്ക് ഉണ്ടാവല്ലോ തൊഴുത്തിന്റെ പിന്നിൽ, അത് മുക്കി ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇഷ്ടം പോലെയായിരുന്നു ആ സമയത്ത് ഉണ്ടായി ഉടനെ. ഐഷു, ഇമ്രാൻ, എനിക്ക് അവന്റെ എല്ലും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഇത്തിരി സമാധാനം മതി. കഴിഞ്ഞു. ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്ന് ഇവിടേക്ക് 2-3 ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാർലിനെ പിടിച്ച് പൂട്ടിയിട്ടേ
അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ഇമ്രാനെ കാണില്ല. നോക്കിയപ്പോ ഇമ്രാൻ എല്ല് ചാറിൽ ഒളിപ്പിച്ചു കൊടുത്തുനിന്ന് പൊട്ടി എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിരുന്ന് കടിക്കുക. ഇമ്രാനെ പൂട്ടിയിട്ടില്ല, ഇമ്രാനെ പൂട്ടിണ്ടായിരുന്നില്ലേ, ചാർലിനെ പൂട്ടിട്ടുണ്ട്. അപ്പൊ ആ ധൈര്യത്തിലുണ്ട് ആള്. പൂട്ടി തക്കം നോക്കി ഒരു ഇത്തിരി നേരം പൂട്ടിട്ടുള്ളൂ. ഞാൻ എന്നിട്ടൊരു കടിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോ ഇങ്ങോട്ട് ഇവിടെ വന്ന് കിടക്കാം. ഞാൻ ചേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അതെന്താ പറ്റിയപ്പോ ചാർലി എവിടെയാന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ ചാർലിനെ പൂട്ടിയിട്ടേക്കാന്ന്. അപ്പോഴാണ് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ ചാർലിനെ അടിച്ചിട്ടു. അപ്പൊ പിന്നെ ചാർലി ഇമ്രാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എവിടെയാണ് എല്ല് കൊണ്ടുവന്ന് എവിടെയോ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു തോന്നുന്നു. ചാർലി ഇവിടെ ഒക്കെ വന്നിടത്ത് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും രസം. അപ്പൊ നല്ല കാലവർഷം വരുന്നുണ്ട്, നല്ല അന്തരീക്ഷമാണ്, നല്ല രസമാണ്. ജഗു ടൂർ പോയിരിക്കുകയാണ്. ജഗു വൈകുന്നേരം 12 മണി 1 മണിയാകുമ്പോൾ അവർ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ കമൻറ്റിൽ വീണ്ടും എഴുതാം. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ടാണ്. വരെ നന്ദി, നമസ്കാരം.